ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മഹാദേവനാണെങ്കിൽ വയറിന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം റൂമൊക്കെ പരിശോധിക്കുകയാണ് ഗൗരി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. മഹാദേവനാണെങ്കിൽ ആരതിയുടെ റൂമിലേക്കും ചെന്ന് കയറുന്നുണ്ട്. ആരതിയാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഹാദേവൻ അപ്പോൾ പറയുന്നുണ്ട്, പഠിച്ചോളൂ, ഞാനാണെങ്കിൽ ടോയ്ലറ്റ് അന്വേഷിച്ച് വന്നതാണെന്നൊക്കെ. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പ്രൊഫസർ അടുത്ത് നിൽക്കുന്നു. പ്രൊഫസർ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ടോയ്ലറ്റ് കാണിച്ചു തരാം, നിങ്ങൾ എന്തെങ്കിലും തേടുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മഹാദേവനാണെങ്കിൽ ഞാൻ തനിച്ചു പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രൊഫസർ പറയുന്നുണ്ട്, ഞാൻ തന്നെ കാണിച്ചു തരാമെന്നൊക്കെ. ഈ സമയം താഴെ ശേഖർ ആണെങ്കിൽ പിള്ളയെ കണ്ണ് കാണിക്കുന്നുണ്ട്. പിള്ള അപ്പോൾ പറയണം, എന്റെ മൊബൈലിലാണെങ്കിൽ ടവർ ഇല്ലല്ലോ ഈ വീട്ടിൽ കയറിയപ്പോ തൊട്ട്, അതുകൊണ്ട് മുകളിലോട്ട് പോയി നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നു. പിള്ളയും മുകളിലൊക്കെ പരിശോധിക്കുകയാണ് ഗൗരി ഉണ്ടോ എന്നൊക്കെ. മഹാദേവനാണെങ്കിൽ താഴേക്ക് വരുന്നു. പിള്ളയെയും വിളിക്കുന്നുണ്ട്. പിള്ളയാണെങ്കിൽ കണ്ണ് കാണിക്കുന്നുണ്ട്, മുകളിലൊന്നും ഗൗരി ഇല്ല എന്നൊക്കെ. അതിനുശേഷം മഹാദേവനാണെങ്കിൽ പിള്ളയും കൂട്ടി ആരോടും യാത്ര പറയാതെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. മഹാദേവൻ ഒന്നും പറയാതെ ഇറങ്ങി പോകുന്നത് കണ്ടിട്ട് മുത്തശ്ശിയാണെങ്കിൽ പ്രൊഫസറോട് ചോദിക്കുന്നുണ്ട്, അയാൾ ഒരു വാക്കുപോലും പറയാതെ എന്താണ് ഇറങ്ങിപ്പോയതെന്നൊക്കെ. പ്രൊഫസർ അപ്പോൾ പറയണം, അയാൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾക്ക് അറിയില്ല എന്നൊക്കെ. അതേസമയം വേണിയാണെങ്കിൽ അച്ഛന്റെ പിന്നാലെ വെളിയിലേക്ക് ചെല്ലുന്നുണ്ട്. അച്ഛൻ എന്തൊരു പോക്കാണ് ഈ പോകുന്നത്, ഇവിടെ ഒന്ന് യാത്ര പോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നു. മഹാദേവൻ അപ്പോൾ പറയണം, ഞാൻ ഒരുപാട് ബിസിയാണ്, ഇലക്ഷൻ ഒക്കെ വരാൻ പോവുകയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തൽക്കാലം പോവുകയാണ്, പിന്നീടാണെങ്കിൽ വരാമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം മഹാദേവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. മഹാദേവന്റെ കൂടെ വന്ന പരിവാരങ്ങളും കൂടെ പോകുന്നുണ്ട്. അത് കാണുമ്പോൾ വേണിക്കാണെങ്കിൽ എന്തോ പന്തികേടൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗൗരിയും അജിത്തിനെയും ജോജുവിനെയാണ്. ഗൗരി ആണെങ്കിൽ വെള്ളം വേണമെന്ന് പറയുന്നു. അജിത്ത് അപ്പോൾ വാങ്ങാൻ വേണ്ടി വെളിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഗൗരിയും അജിത്തിനെ ജോജുവിനെയാണ്. ഗൗരി ആണെങ്കിൽ വെള്ളം വേണമെന്ന് പറയുന്നു. ആ സമയത്ത് ജോജു ആണെങ്കിൽ വാട്ടർ ബോട്ടിൽ വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അജിത്തിനാണെങ്കിൽ ഒരു ഫോൺ വരുന്നുണ്ട്. ഗൗരി ആണെങ്കിൽ അവിടെ ഒരു ബഹളം കേട്ടിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നു. കുറെ പിള്ളേരാണെങ്കിൽ അവിടെ സൗണ്ട് ഉണ്ടാക്കുന്നത് കേൾക്കുന്നു. അപ്പോൾ അതുവഴി വന്ന ഒരാളോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന്. ഗൗരിയോടപ്പോൾ അയാൾ പറയുന്നുണ്ട്, അവിടെ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ കിടപ്പുണ്ട്, അയാളാണെങ്കിൽ കള്ളു കുടിച്ചിട്ട് കിടക്കുകയാണ്, വട്ടനാണെന്നാണ് തോന്നുന്നത്, പിള്ളേരതുകൊണ്ട് ശല്യം ചെയ്യുകയാണെന്നൊക്കെ പറയുന്നു. ഗൗരി അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ്, അയാളെ അങ്ങനെ വിടാൻ പാടുണ്ടോ, പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇതിന്റെയൊക്കെ ഇടയിൽ പോയി പെട്ടാൽ പുലിവാലാകുമെന്നൊക്കെ. അതിനുശേഷം ഗൗരി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും അജിത്തും ജോജു അവിടേക്ക് വരുന്നുണ്ട്. ഏട്ടത്തിയമ്മ എങ്ങോട്ട് പോവുകയാണെന്നൊക്കെ ചോദിക്കുന്നു. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, അവിടെ കുടിച്ചിട്ട് ആരോ കിടക്കുന്നുണ്ട്, പിള്ളേര് ശല്യം ചെയ്യുന്നുണ്ട്, അത് നോക്കാൻ പോവുകയാണെന്നൊക്കെ. അജിത്ത് അപ്പോൾ പറയുന്നുണ്ട്, അതിനൊന്നും ഇപ്പോൾ സമയമില്ല, അതൊക്കെ ഇപ്പൊ തലയിൽ വെക്കണ്ട, നമുക്കിപ്പോ ശങ്കർ ബായിയല്ലേ കണ്ടുപിടിക്കേണ്ടത്, അതാണ് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇപ്പൊ തന്നെ സമയം വൈകി, അതുകൊണ്ട് പോകാമെന്ന് പറയുന്നു. ഗൗരി അപ്പോൾ തിരിച്ചു പോവുകയാണ്. സത്യത്തിൽ അവിടെ കിടക്കുന്നത് ശങ്കർ ആയിരുന്നു. പക്ഷെ ഗൗരിയും കൂട്ടുകാരുമാണെങ്കിൽ അവിടെ നോക്കാതെ കാറിൽ കയറി വീണ്ടും തിരിച്ചു യാത്ര ചെയ്യുകയാണ്. പിന്നീട് ചാരങ്ങാട്ട് വീട്ടിൽ കമലെ രാധാമണി ചോദ്യം ചെയ്യുന്നുണ്ട്, ഈ വീട്ടിൽ നിന്ന് ഗൗരി അങ്ങനെയൊന്നും പോകാൻ ചാൻസ് ഇല്ല, നീ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നു. കമല ആ ചോദ്യം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നുണ്ട്. കമല അപ്പോൾ പറയുന്നുണ്ട്, ഞാനൊരു സഹായം ചെയ്തിട്ടില്ല എന്നൊക്കെ. രാധാമണി എപ്പോൾ പറയണം, നീ കള്ളം പറയുകയാണ്, നിന്റെ ശരീരമൊക്കെ വിയർക്കുന്നുണ്ടെന്നൊക്കെ. സമയത്ത് കമലേട്ടത്തി വീണ്ടും പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ. അപ്പോൾ രാധാമണി പറയുന്നുണ്ട്, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ പിന്നെ അതിനുള്ള ശിക്ഷ നിനക്കല്ല കിട്ടുന്നത്, നിന്റെ കുഞ്ഞിനായിരിക്കും, അത് ഞാൻ ഇല്ലാതാക്കുമെന്നൊക്കെ പറയുന്നു. പിന്നീട് വിഷമിച്ചിരിക്കുന്ന വേണിയോട് നന്ദിനി അമ്മ ചോദിക്കുന്നുണ്ട്, വേണിക്ക് എന്തു പറ്റിയെന്ന്. വേണി അപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നു. അതിനുശേഷം വേണിയാണെങ്കിൽ രാധാമണിയെ ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്തിട്ട് ഗൗരി എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. രാധാമണി അപ്പോൾ പറയണം, നീ ഇതിനാണോ വിളിച്ചത്, ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ലേ, എന്നോട് സംസാരിക്കാൻ നിനക്ക് താല്പര്യമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. വീണ്ടും വീണ്ടും വേണിയാണെങ്കിൽ ഗൗരി അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ രാധാമണി കൊച്ചമ്മ വിഷയം മാറ്റി സംസാരിക്കുകയാണ്. ആ സമയത്ത് വേണിക്ക് സംശയം തോന്നുന്നുണ്ട്. വേണി വീണ്ടും ചോദിക്കുന്നുണ്ട് ഗൗരി എവിടെയെന്ന്. അപ്പോൾ രാധാമണി പറയാണ്, അവളാണെങ്കിൽ വടക്കുന്നാഥനെ കാണണമെന്ന് പറഞ്ഞു, അതിനുവേണ്ടി കാണാൻ പോയതാണെന്നൊക്കെ പറയുന്നു. തിരിച്ചു വരുമ്പോൾ വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. വേണിക്കാണെങ്കിൽ വീണ്ടും സംശയങ്ങൾ തോന്നുകയാണ്. വേണി ഉടനെ തന്നെ നന്ദിനി അമ്മയോട് ചോദിക്കുകയാണ്, ആദർശേട്ടൻ കൊച്ചിയിൽ പോകുന്നെന്ന് പറഞ്ഞത് ഇന്നാണോ എന്നൊക്കെ. നന്ദിനി അമ്മ എപ്പോൾ പറയാണ്, എറണാകുളത്ത് ആദർശ് രാവിലെ തന്നെ പോയെന്ന്. വേണി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആദർശേട്ടനെ വിളിച്ചിട്ടൊന്ന് പറഞ്ഞാലോ, എന്റെ വീട്ടിൽ വരെ പോകാൻ വേണ്ടി 1 മണിക്കൂർ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്